നമസ്കാരം KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മോട്ടോർ തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റി സംസ്ഥാന വ്യാപകമായി നടത്തിയ പണിമുടക്ക് ജില്ലയിൽ പൂർണ്ണം. BMS പണിമുടക്കിൽ നിന്നും വിട്ടുനിന്നു. യാത്രക്കാർക്ക് ആശ്വാസമായി KSRTC സർവീസ്. റിയാസ് മൗലവി വധം അന്വേഷണ സംഘത്തിന്റെ തെളിവെടുപ്പ് പുരോഗമിക്കുന്നു. കേസിന് ശാസ്ത്രീയ പിൻബലം ഉറപ്പാക്കാൻ അന്വേഷണ സംഘം ഫോറൻസിക് സർജന്റെ സഹായം തേടി. വിദ്യാർത്ഥികൾ മത്സരാർത്ഥികളാകുന്ന കാലത്ത് കരുത്തു പകരുന്നതാകണം പുതിയ കാലത്തെ വിദ്യാഭ്യാസ കാഴ്ചപ്പാടെന്ന് മന്ത്രി E. ചന്ദ്രശേഖരൻ. വിരമിക്കുന്ന മായിപ്പാടി ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ PV കൃഷ്ണകുമാറിന് മന്ത്രിയുടെ ആദരം. നീലേശ്വരം നഗരത്തെ മാലിന്യമുക്തമാക്കാൻ നഗരസഭ ആവിഷ്കരിച്ച പദ്ധതികൾക്ക് പുല്ലുവില. 2 മാസം പിന്നിട്ടപ്പോൾ പൊതുസ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത് മാലിന്യ കൂമ്പാരം. വിശദമായ വാർത്തകളിലേക്ക്. മോട്ടോർ തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റി സംസ്ഥാന വ്യാപകമായി നടത്തിയ പണിമുടക്ക് ജില്ലയിൽ പൂർണ്ണം. BMS പണിമുടക്കിൽ നിന്നും വിട്ടുനിന്നു. ജനങ്ങൾക്ക് ആശ്വാസമായി KSRTC സർവീസ് നടത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മോട്ടോർ തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റി നടത്തിയ സംസ്ഥാന ഹർത്താൽ ജില്ലയിലും പൂർണ്ണമായി. സ്വകാര്യ ബസ്, ലോറി, ടാക്സി, ഓട്ടോറിക്ഷ, ടെമ്പോ തുടങ്ങിയ വാഹനങ്ങൾ നിരത്തിലിറങ്ങിയില്ല. അതേസമയം KSRTC ബസ്സുകൾ സർവീസ് നടത്തിയത് ജനങ്ങൾക്ക് ആശ്വാസമേകി. സർവീസ് നടത്താൻ ശ്രമിച്ച ചില ഓട്ടോറിക്ഷകൾ പണിമുടക്ക് അനുകൂലികൾ തടയാൻ ശ്രമിച്ചതിനെ പോലീസ് ഇടപെട്ട് പിന്തിരിപ്പിച്ചു. തേർഡ് പാർട്ടി ഇൻഷുറൻസ് പ്രീമിയം കുത്തനെ കൂട്ടിയതിനെതിരെയും മോട്ടോർ വാഹന നിയമ ഭേദഗതിക്കുമെതിരെയാണ് BMS ഒഴികെയുള്ള ട്രേഡ് യൂണിയനുകൾ 24 മണിക്കൂർ പണിമുടക്കിന് ആഹ്വാനം ചെയ്തത്. ദേശവ്യാപകമായി നടക്കുന്ന പ്രക്ഷോഭത്തിൽ സംസ്ഥാനത്ത് മാത്രം പണിമുടക്ക് നടത്തുന്നത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുമെന്നതിനാലാണ് പണിമുടക്കിൽ നിന്നും പിന്മാറിയതെന്ന് BMS ഭാരവാഹികൾ അറിയിച്ചു. പണിമുടക്കിയ തൊഴിലാളികൾ നഗരത്തിൽ പ്രകടനം നടത്തി. TK രാജൻ, ഗിരികൃഷ്ണൻ, M ഷാഫി, മുഹമ്മദ് അലി മഞ്ചതടുക്ക, സുബൈർ മാര, ഷെരീഫ് കൊടവഞ്ചി, ഖലീൽ പടിഞ്ഞാർ, ഹരീന്ദ്രൻ, മണികണ്ഠൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് KCN. വാഹന ഇൻഷുറൻസ് പ്രീമിയം വർധനയും നികുതി വർധനയും പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സംയുക്ത സമരസമിതി ആഹ്വാനം ചെയ്ത വാഹന പണിമുടക്ക് കാഞ്ഞങ്ങാട്ട് പൂർണ്ണം. KSRTC ഒഴികെയുള്ള വാഹനങ്ങൾ നിരത്തിലിറങ്ങിയില്ല. തേർഡ് പാർട്ടി ഇൻഷുറൻസ് പ്രീമിയം കുത്തനെ വർദ്ധിപ്പിച്ച നടപടിയിൽ പ്രതിഷേധിച്ച് മോട്ടോർ വാഹന തൊഴിലാളി യൂണിയനുകൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ ജില്ലയിൽ പൂർണ്ണമായി. KSRTC വാഹനങ്ങൾ ഒഴിച്ച് മറ്റ് വാഹനങ്ങളൊന്നും നിരത്തിലിറങ്ങിയില്ല. BMS ഒഴികെയുള്ള എല്ലാ യൂണിയനുകളും പണിമുടക്കിൽ പങ്കെടുത്തു. CITU, INTUC, AITUC, STU തുടങ്ങിയ മുന്നണികളുടെ സംയുക്താഭിമുഖ്യത്തിലാണ് പണിമുടക്ക് നടന്നത്. സ്വകാര്യ വാഹന ഉടമകളും പണിമുടക്കുമായി സഹകരിച്ചതിനാൽ ജില്ലയിൽ വാഹനഗതാഗതം പൂർണ്ണമായും നിലച്ചു. കാഞ്ഞങ്ങാട്ടും കാസർഗോഡും കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടന്നു. കാഞ്ഞങ്ങാട്ടും മോട്ടോർ വാഹന പണിമുടക്ക് പൂർണ്ണമായി. കാഞ്ഞങ്ങാട് നടന്ന തൊഴിലാളി പ്രകടനം കുന്നുമലിൽ നിന്നും ആരംഭിച്ച് പുതിയകോട്ടയിലെത്തി കാഞ്ഞങ്ങാട്ട് സമാപിച്ചു. പണിമുടക്ക് വ്യാപാര മേഖലയെയും ബാധിച്ചു. നഗരത്തിൽ പകുതിയിലധികം കടകളും അടഞ്ഞുകിടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. റിയാസ് മൗലവി വധം അന്വേഷണ സംഘത്തിന്റെ തെളിവെടുപ്പ് പുരോഗമിക്കുന്നു. കേസിന് ശാസ്ത്രീയ പിൻബലം ഉറപ്പാക്കാൻ ഫോറൻസിക് സർജന്റെ സഹായം തേടി. പഴുതടച്ച കുറ്റപത്രം സമർപ്പിക്കാൻ അന്വേഷണ സംഘം നടപടികൾ തുടങ്ങി. മദ്രസ അധ്യാപകൻ റിയാസ് മൗലവി കൊല്ലപ്പെട്ട കേസിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. 5 ദിവസത്തെ കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതികളെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു വരികയാണ്. അതേസമയം കേസിന് ശാസ്ത്രീയ പിൻബലം ഉറപ്പുവരുത്താൻ അന്വേഷണ സംഘം ഫോറൻസിക് സർജന്റെ സഹായം തേടി. പരിയാരം മെഡിക്കൽ കോളേജിലെ പോലീസ് സർജൻ ഡോക്ടർ K. ഗോപാലകൃഷ്ണപിള്ളയാണ് പരിശോധനയ്ക്കായി കാസർഗോഡ് എത്തിയത്. റിയാസ് കൊല ചെയ്യപ്പെട്ട പള്ളിമുറി, സമീപ പ്രദേശങ്ങൾ തുടങ്ങിയിടങ്ങളിൽ സർജൻ പരിശോധന നടത്തി. അതേസമയം കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതികളെ അന്വേഷണ സംഘം മണിക്കൂറുകളോളം ചോദ്യം ചെയ്തു. പ്രതികളെ സംഭവസ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് അന്വേഷണ സംഘം. സംഭവത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾ മത്സരാർത്ഥികൾ കൂടിയാകുന്ന കാലത്ത് ആ ദിശയിൽ കൂടി മുന്നേറാനുള്ള കരുത്ത് പകരുന്നത് കൂടിയാകണം പുതിയ കാലത്തെ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടെന്ന് റവന്യൂ മന്ത്രി E. ചന്ദ്രശേഖരൻ. മായിപ്പാടി ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ PV കൃഷ്ണകുമാറിന് നൽകിയ യാത്രയപ്പ് സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാസർഗോഡ് ജില്ലയിലെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ദിശാബോധം നൽകുന്നതിന് നേതൃത്വം വഹിക്കുന്ന സ്ഥാപനമായ ഡയറ്റിലെ പ്രിൻസിപ്പൽ ഡോക്ടർ PV കൃഷ്ണകുമാറിന് ഉജ്ജ്വലമായ യാത്രയപ്പ് നൽകി. ഡയറ്റ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന യാത്രയപ്പ് സമ്മേളനം റവന്യൂ മന്ത്രി E. ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തെ ഇനിയും കൂടുതൽ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നമ്മുടെ ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് നടക്കുന്ന വലിയ മത്സരമുണ്ട്. മത്സരാധിഷ്ഠിതമായ ഒരു സമൂഹത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. എല്ലാം മത്സരിച്ച് ജയിച്ച്
മുന്നിലെത്തുന്നവർക്ക് മാത്രം കയ്യിലൊതുക്കാൻ കഴിയുന്ന അവസ്ഥയാണ്. കേവലമായ വിദ്യാഭ്യാസം നേടി, യോഗ്യത നേടി, ബിരുദമോ ബിരുദാനന്തര ബിരുദമോ നേടിയതുകൊണ്ട് മാത്രം ഭാവി ജീവിതത്തിന് ഗുണം ചെയ്യാൻ കഴിയുന്ന വിധത്തിലുള്ള തൊഴിലേർപ്പെടാൻ വളരെ പെട്ടെന്ന് കഴിയുമെന്ന് കരുതാൻ കഴിയാത്ത കാലം. വിദ്യാഭ്യാസ മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടത് പുതുതലമുറയുടെ ആവശ്യകതയാണെന്നും മത്സരത്തിലൂടെ എല്ലാം പിടിച്ചെടുക്കുന്ന അവസ്ഥാവിശേഷമാണ് ഇന്നുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ വെച്ച് വിരമിക്കുന്നവർക്കുള്ള ഉപഹാര സമർപ്പണവും മന്ത്രി നിർവഹിച്ചു. എന്നെ നെല്ലിക്കുന്ന എംഎൽഎ അധ്യക്ഷനായി. AGC ബഷീർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ചടങ്ങിൽ മാലതി സുരേഷ്, പുഷ്പ, അവിൻ SP തുടങ്ങിയവർ സംബന്ധിച്ചു. നഗരത്തെ മാലിന്യമുക്തമാക്കാൻ നീലേശ്വരത്ത് ആവിഷ്കരിച്ച കർമ്മ പദ്ധതി താളം തെറ്റി. പൊതുസ്ഥലങ്ങളിൽ മാലിന്യം തള്ളുന്നത് ഒഴിവാക്കാനാണ് നഗരസഭയും ലയൺസ് ക്ലബ്ബും പദ്ധതിക്ക് തുടക്കമിട്ടത്. പദ്ധതി 2 മാസം പിന്നിട്ടപ്പോൾ പൊതുസ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത് മാലിന്യക്കൂമ്പാരം. നീലേശ്വരം നഗരസഭാ പരിധിയിൽ വിവിധയിടങ്ങളിൽ മാലിന്യക്കൂമ്പാരം കുന്നുകൂടുകയാണ്. യഥാസമയം മാലിന്യങ്ങൾ നീക്കം ചെയ്യാത്തതാണ് ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിച്ച് മാലിന്യങ്ങൾ കെട്ടിക്കിടക്കാൻ കാരണമാകുന്നത്. മാസങ്ങൾക്ക് മുമ്പ് ലയൺസ് ക്ലബ്ബും നഗരസഭയും സഹകരിച്ച് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ പദ്ധതി ആവിഷ്കരിച്ചിരുന്നു. നിലവിലിത് നടപ്പിലാകാത്തതാണ് മാലിന്യ നീക്കത്തിന് തടസ്സമാകുന്നത്. നഗരസഭാ പരിധിയിൽ നിന്ന് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യുമെന്ന് നേരത്തെ നീലേശ്വരം ലയൺസ് ക്ലബ്ബ് ഭാരവാഹികൾ അറിയിച്ചിരുന്നു. മാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ സ്ഥലവും നിർദ്ദേശിച്ചു. കഴിഞ്ഞ ജനുവരി മുതലാണ് പ്രവർത്തനം ആരംഭിച്ചത്. ആദ്യ മാസം മാലിന്യ നിർമ്മാർജ്ജനം കാര്യക്ഷമമായി പൂർത്തിയായി. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പള്ളിക്കര പഞ്ചായത്തിലെ വെളുത്തോളിയിലെ റീസൈക്ലിംഗ് യൂണിറ്റിലെത്തിച്ചു. കുപ്പി, ചെരുപ്പ് ഉൾപ്പെടെയുള്ള അജൈവ മാലിന്യങ്ങൾ മൈസൂരിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഇതിൻ്റെ വാഹന ചെലവും മറ്റും വഹിച്ചത് ലയൺസ് ക്ലബ്ബ് തന്നെയാണ്. ഇതിൽ നഗരസഭ തുക അനുവദിക്കുന്നു എന്ന് അറിയിച്ചിരുന്നു. എന്നാൽ പിന്നീട് മാലിന്യങ്ങൾ കൊണ്ടുപോകാനുള്ള വാഹന വാടക ലഭിക്കാത്തതായതോടെ മാലിന്യ നീക്കം തടസ്സപ്പെട്ടു. മാലിന്യ നീക്കം തടസ്സപ്പെട്ടുവെങ്കിലും നിശ്ചിത കേന്ദ്രങ്ങളിൽ മാലിന്യങ്ങൾ കൊണ്ടുതള്ളുന്നത് തുടരുകയാണ്. റോഡരികിലും മറ്റും മാലിന്യങ്ങൾ കൂടിയതോടെ സമീപത്തെ ജനങ്ങളും യാത്രക്കാരും വലിയ പ്രതിസന്ധിയിലും ദുരിതത്തിലുമായി. മുനിസിപ്പാലിറ്റിയിൽ നിന്നും വാർഡ് സഭയെന്ന് പറഞ്ഞിരിക്കുന്നത് ഓരോ മാസവും 1-ാം തീയതി ഇവിടുന്ന് മാലിന്യം കൊണ്ടുപോകും. ഇത് പറഞ്ഞിട്ട് 4 മാസമായി. ആദ്യത്തെ 1 മാസം കൊണ്ടുപോയിരിക്കുന്നു. ഇപ്പം 3 മാസം കഴിഞ്ഞു, ഒന്നും കൊണ്ടുപോയിട്ടില്ല. ഞാനാണെന്നുണ്ടെങ്കിൽ 4 പ്രാവശ്യം 5 പ്രാവശ്യം മുനിസിപ്പാലിറ്റി പോയി ഇതിൻ്റെ ആവലാതി പറഞ്ഞു. അവർക്ക് ഒരു ലാഘവ ബുദ്ധിയോടെ, അതായത് ഒരു നിസ്സാര മാതിരിയായി കാണുന്നുള്ളത്. ഇവിടെ ഞങ്ങൾക്ക് പരിസരവാസികൾക്ക് താമസിക്കണം. ഇതിന് പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ ഞങ്ങൾ ശക്തമായിട്ട് എന്തെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് എത്തും. റോഡ് വരെ ബ്ലോക്ക് ചെയ്യാനുള്ള ഇത് ചെയ്യാണ്ടിരിക്കില്ല. കാരണം ഞങ്ങൾക്കിവിടെ ജീവിക്കണം. നിങ്ങൾ ഓരോരോ പ്രസ്താവന ഇറക്കിയാൽ മാത്രം പോരാ, അതിനുള്ള സംവിധാനം ചെയ്യണം. ഇത് വലിയ പ്രസ്താവന ഇറക്കിയതുകൊണ്ട് എന്തായി? പ്രസ്താവന ഓരോരോ മാസത്തിലേക്ക് കൊണ്ടുപോകുന്ന പറഞ്ഞാൽ എന്താ കൊണ്ടുപോകത്ത്? ഇവിടുത്തെ വാർഡ് മെമ്പർക്ക് അങ്ങനെ പറയുമ്പോൾ ഒരു നിസ്സാരം മാതിരിയാണ് കാണുന്നു. മാലിന്യം ഇപ്പം നിക്ഷേപിച്ചിരിക്കുന്നത് 15-ാം വാർഡിൽ, അതായത് ഭാർഗവീൻ്റെ വാർഡ്. ഇതിന് തൊട്ടപ്പുറത്തതാണ് ചെയർമാൻ്റെ വാർഡ്, 13-ാം വാർഡ്. ഇവർക്ക് ആർക്കും അങ്ങനത്തെ ഒരു വിചാരമില്ല കൊണ്ടുപോകേണ്ടത്. നായി, കുറുക്കന്മാരുൾപ്പെടെ മാലിന്യങ്ങൾ കടിച്ചു വലിച്ച് സമീപത്തെ വീട്ടുവളപ്പിലും മറ്റും ഇടുന്നത് പതിവായി. അതിനിടെ ലയൺസ് ക്ലബ്ബ് ഉദ്ദേശിച്ച കാര്യത്തിന് വിപരീതമായി അജൈവ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതാണ് ഇപ്പോഴത്തെ പ്രശ്നത്തിന് കാരണമെന്നും പ്രശ്നത്തിന് 2 ദിവസത്തിനകം പരിഹാരം ഉണ്ടാകുമെന്നും ലയൺസ് ക്ലബ്ബ് ഭാരവാഹികൾ അറിയിച്ചു. തുളുനാട് കബഡി അക്കാദമിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഓൾ ഇന്ത്യ എ ഗ്രേഡ് കബഡി ടൂർണമെന്റിന് ഏപ്രിൽ 2-ന് തുടക്കമാകും. 6000 പേർക്ക് ഇരിക്കാവുന്ന രാജ്യാന്തര ഗ്യാലറി നിർമ്മാണം പൂർത്തിയായി. മത്സരത്തിൽ അന്താരാഷ്ട്ര താരങ്ങൾ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തുളുനാട് കബഡി അക്കാദമിയുടെ നേതൃത്വത്തിലുള്ള എ ഗ്രേഡ് കബഡി ടൂർണമെന്റിന് ഏപ്രിൽ 2-ന് തുടക്കമാകും. വൈകുന്നേരം 6-ന് പി കരുണാകരൻ MP ഉദ്ഘാടനം നിർവഹിക്കും. മുള്ളേരിയ പൂവടുക്കയിലുള്ള പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ ഗ്രൗണ്ടിലാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്തെ ആദ്യ ഓൾ ഇന്ത്യ എ ഗ്രേഡ് ടൂർണമെന്റാണിത്. അന്താരാഷ്ട്ര താരങ്ങളെ പങ്കെടുപ്പിച്ച് നടത്തുന്ന മത്സരത്തിൽ നിന്നും മികച്ച താരങ്ങളെ കണ്ടെത്തുവാൻ ലോക ക്ലബ്ബുകളുടെ പരിശീലകന്മാരും ഉടമകളും പരിപാടിയിൽ എത്തുന്നുണ്ട്. ഇന്ത്യൻ പുരുഷ ടീം കോച്ച് ഭാസ്കർ കൈലാസ്നാഥ്, അമച്വർ കബഡി ഫെഡറേഷൻ കൺവീനർ വിശ്വാസ് മൊറെ തുടങ്ങി നിരവധി പ്രമുഖർ പങ്കെടുക്കും. ടൂർണമെന്റിന്റെ വിളംബര ഘോഷയാത്ര ഏപ്രിൽ 1-ന് നടക്കും. ഏപ്രിൽ 6-നാണ് ഫൈനൽ മത്സരം. എല്ലാ ദിവസവും കലാസന്ധ്യ സംഘടിപ്പിച്ചിട്ടുണ്ട്. കാണികളുടെ സുരക്ഷയ്ക്കായി പോലീസ് സന്നാഹം, CCTV തുടങ്ങിയവയും പാർക്കിംഗ് ഏരിയയും തയ്യാറാക്കിയിട്ടുണ്ട്. കളി കണ്ട് മടക്കുന്നവർക്കായി വാഹന സൗകര്യവും ഏർപ്പെടുത്തിയതായി ഭാരവാഹികൾ അറിയിച്ചു. 2-ാം തീയതി മുതൽ 6-ാം തീയതി വരെ
നടക്കുന്ന ഓൾ ഇന്ത്യ എ ഗ്രേഡ് കബഡി ടൂർണമെൻറ്റ് ഒരുക്കങ്ങളെല്ലാം പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഈ ടൂർണമെൻറ്റ് 5 ദിവസങ്ങളായി പൂർത്തീകരിക്കുമ്പോൾ അതോടുകൂടി അക്കാഡമിയുടെ പ്രവർത്തനം കൂടി സജീവമായി തുടങ്ങണം എന്നുള്ളതാണ് ഈ സംഘാടക സമിതിയും തുടർന്നുള്ള അക്കാഡമി ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഒരു 2-3 വർഷത്തിനുള്ളിൽ അക്കാഡമിയുടെ ഭാഗമായി പുതിയ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചിട്ടുള്ള നന്നായിട്ട് കളിക്കാൻ കഴിയുന്ന പുതിയ താരങ്ങളെ വളർത്തിയെടുക്കുക എന്നുള്ള ശ്രമം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട്. ആ നിലയിലേക്ക് തുള്ളനാട് അക്കാഡമിയും ഓൾ ഇന്ത്യ എ ഗ്രേഡ് ടൂർണമെൻറ്റും ഏറ്റവും നന്നായിട്ട് നമ്മുടെ നാട് ഏറ്റെടുത്തിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ സിജി മാത്യു, ഭാസ്കർ, കെ ശങ്കർ, ഷെരീഫ് മുള്ളേരിയ, നാസർ കെ, എം അച്യുതൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCN. കർണാടക ബാങ്കിന്റെ 765ാമത് ശാഖ മിയാപദവിൽ പ്രവർത്തനം ആരംഭിച്ചു. ബാങ്ക് ഡയറക്ടർ ജയറാം ഭട്ട് പുതിയ ശാഖയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കർണാടക ബാങ്കിന്റെ 765ാമത് ശാഖ മഞ്ചേശ്വരത്ത് മിയാപദവിൽ പ്രവർത്തനം ആരംഭിച്ചു. മീഞ്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംസാദ് ഷുക്കൂർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബാങ്ക് ഡയറക്ടർ ജയറാം ഭട്ട് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ വഹീദ് കൂടൽ, പഞ്ചായത്ത് മെമ്പർ മുഹമ്മദ് കുഞ്ഞി, DC ചൌട്ട, പ്രേമ കെ ഭട്ട്, ശ്രീധർ റാവു, ധനരാജ് തുടങ്ങിയവർ സംബന്ധിച്ചു. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ ചരിത്രശാസ്ത്ര വായനാ കേന്ദ്രത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കാഞ്ഞങ്ങാട്ട് നടന്നു. അതിയാമ്പൂർ ബാലബോധിനി വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിൽ വെച്ചാണ് പരിപാടി നടന്നത്. പിറന്നു വീഴുന്ന എല്ലാവരും സ്വതന്ത്രരാണെന്ന ബോധം നമ്മെ പഠിപ്പിച്ചത് ചരിത്രമാണ്. ഈ ബോധത്തിന്റെ വേരുകൾ പുതുതലമുറയിൽ എത്തിക്കുന്നതിന് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ നടത്തുന്ന ചരിത്രശാസ്ത്ര വായനാ കേന്ദ്രം എന്ന പുതിയ പദ്ധതിയിലൂടെ കഴിയണമെന്ന് കോഴിക്കോട് കേളുവേട്ടൻ പഠനകേന്ദ്രം ഡയറക്ടർ KT കുഞ്ഞിക്കണ്ണൻ പറഞ്ഞു. അതിയാമ്പൂർ ബാലബോധിനി വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിൽ നടന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ജീവിതം കൊണ്ട് സമർപ്പിച്ചൊരു കാര്യം, എല്ലാ അറിവുകളുടെയും അടിസ്ഥാനം ഉത്പാദന പ്രവർത്തനമാണ്. ജീവസത്തയിൽ നിന്ന് സാമൂഹ്യ സത്തയിലേക്കുള്ള മനുഷ്യന്റെ പരിണാമ ചരിത്രത്തെ വിശദാംശങ്ങളോടുകൂടി പരിശോധിച്ചുകൊണ്ട് തൻ്റെ വൈരുദ്ധ്യാത്മക ഭൗതികവാദ വീക്ഷണമനുസരിച്ച് മാർക്സ് എന്ന് പറയുന്ന സാമൂഹ്യ സത്തയെ രൂപപ്പെടുത്തിയത് അധ്വാനമാണ് എന്നാണ്. എങ്കിൽ ശാസ്ത്രത്തിൻ്റെ ചരിത്രം എഴുതുമ്പോൾ പ്രധാനമായി ചൂണ്ടിക്കാണിക്കുന്നത് മനുഷ്യൻ്റെ സാമൂഹ്യ വികാസ ചരിത്രത്തിൽ ഒരുപക്ഷെ ഗണങ്ങളായി ഗുഹാപൊത്തുകളിലും മരപ്പൊത്തുകളിലുമൊക്കെ ജീവിച്ച മനുഷ്യൻ. ഡോക്ടർ P. പ്രഭാകരൻ അധ്യക്ഷനായി. മുതിർന്ന നേതാവ് AK നാരായണൻ പുസ്തകം ഏറ്റുവാങ്ങി. ചരിത്രം മാറുന്ന കാഴ്ചപ്പാടുകൾ എന്ന വിഷയത്തിൽ ഡോക്ടർ C. ബാലനും ശാസ്ത്രത്തിന്റെ രീതികൾ എന്ന വിഷയത്തിൽ M. ഗോപാലൻ മാസ്റ്ററും സംസാരിച്ചു. അഡ്വക്കേറ്റ് P. അപ്പുക്കുട്ടൻ, PVK പനയാൽ, KV കുഞ്ഞികൃഷ്ണൻ, P. കുഞ്ഞികൃഷ്ണൻ, ബല്ലാബാബു തുടങ്ങിയവർ സംസാരിച്ചു. ഏകോദര ഭാവത്തിന്റെ പ്രതീകമായി ചെറുവത്തൂർ തലക്കാട്ട് ക്ഷേത്രത്തിൽ കരക്കാരുടെ കഞ്ഞി. ഭക്ഷണത്തിനുള്ള സാധനങ്ങൾ നെല്ലിക്കാൽ കേന്ദ്രീകരിച്ച് 5 പ്രദേശക്കാരാണ് തെക്കരുടെ പൂരപ്പന്തലിൽ എത്തിച്ചത്. വ്യത്യസ്തമായ ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ട് സമ്പന്നമാണ് വടക്കൻ കേരളം. അടുത്ത് നടക്കാനിരിക്കുന്ന പൂരോത്സവ ചടങ്ങുകളിലും ഈ വ്യത്യസ്തത പ്രകടമായി കാണാം. അതിലൊന്നാണ് കരക്കാരുടെ കഞ്ഞി. നെല്ലിക്കാതുരുത്തി കഴകം നിലമംഗലം തെക്കരുടെ പൂരക്കളിപ്പന്തലായ തലക്കാട്ട് ക്ഷേത്രത്തിൽ പൂരോത്സവത്തിന്റെ ഭാഗമായുള്ള കരക്കാരുടെ കഞ്ഞി വിതരണം കഴിഞ്ഞ ദിവസം നടന്നു. കഞ്ഞിയും പ്രത്യേകമായി ഉണ്ടാക്കുന്ന കറിയും കൂടി പൂരക്കളിപ്പന്തലിലെ കളി അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ വിതരണം ചെയ്തു. നെല്ലിക്കാൽ, കൊയാമ്പുറം, ഒരിയര, കൈതക്കാട്, കാടങ്കോട്, പൊള്ള എന്നീ 5 പ്രദേശങ്ങളിൽ നിന്നുള്ളവർ നെല്ലിക്കാൽ കേന്ദ്രീകരിച്ചാണ് ഭക്ഷ്യവിഭവങ്ങളായ അരി, മുതിര, വെള്ളരി, മത്തങ്ങ, കുമ്പളം, നേന്ത്രക്കായ എന്നിവ തലച്ചുമടായി തലക്കാട് ക്ഷേത്രത്തിലെത്തിച്ചത്. പ്രത്യേക സ്വാദുള്ള പന്തലിൽ കഞ്ഞി വാങ്ങുവാൻ നൂറുകണക്കിന് ആളുകൾ പൂരക്കളി നടക്കുന്ന ക്ഷേത്രമുറ്റത്ത് പാത്രവും നിരത്തി കാത്തിരിക്കുകയായിരുന്നു. KSEB വർക്കേഴ്സ് അസോസിയേഷൻ CITU കാഞ്ഞങ്ങാട് ഡിവിഷൻ സമ്മേളനം ചെറുവത്തൂരിൽ നടന്നു. ചെറുവത്തൂരിൽ സെക്ഷൻ ഓഫീസ് അനുവദിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. CITU ജില്ലാ ജനറൽ സെക്രട്ടറി TK രാജൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ചെറുവത്തൂർ പൂമാല ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ K. ശശിധരൻ അധ്യക്ഷനായി. നേതാക്കളായ V. ലക്ഷ്മണൻ, VS അജിത് കുമാർ, കൈനി കുഞ്ഞിക്കണ്ണൻ, V. ജനാർദ്ദനൻ എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളിൽ പ്രസിഡന്റായി OP പത്മനാഭനെയും സെക്രട്ടറിയായി K. ശശിധരനെയും തിരഞ്ഞെടുത്തു. ചെറുവത്തൂരിൽ സെക്ഷൻ ഓഫീസ് അനുവദിക്കണമെന്നും തീരദേശ മേഖലയിൽ 33 kV സബ്സ്റ്റേഷൻ ആരംഭിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു.
വേലാശ്വരം ഗവൺമെന്റ് UP സ്കൂളിൽ ബാലോത്സവം സംഘടിപ്പിച്ചു. കുട്ടികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ ശ്രദ്ധേയമായി. വേലാശ്വരം ഗവൺമെന്റ് UP സ്കൂളിൽ ബാലോത്സവം വിവിധ പരിപാടികളോടെയാണ് സംഘടിപ്പിച്ചത്. അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് P. ദാമോദരൻ ബാലോത്സവം ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ V. ഓമന അധ്യക്ഷയായി. K. അനീഷ്, K. സുമതി, K. ബാലകൃഷ്ണൻ, A. പ്രകാശൻ, M. ചന്തുകുഞ്ഞി, KV. ദാക്ഷായൻ ടീച്ചർ, PI. വാസുദേവൻ മാസ്റ്റർ, MV. രവീന്ദ്രൻ മാസ്റ്റർ, PV. ഗീത ടീച്ചർ, V. ശശി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ ഏറെ ശ്രദ്ധേയമായി. കാരാട്ടുവയലിൽ കാർഷിക വിപ്ലവം ഒരുക്കി കാഞ്ഞങ്ങാട് നഗരസഭ. തരിശുരഹിത നഗരസഭാ പദ്ധതി പ്രകാരം വിത്തിറക്കിയ കാരാട്ടുവയലിലെ നെൽകൃഷിയിൽ ജനകീയ കൊയ്ത്തുത്സവം. നാടിനെ കാർഷിക സമൃദ്ധമാക്കാനും സ്വയം പര്യാപ്തമാക്കാനും നാടൊന്നാകെ കൈകോർക്കുന്ന കാഴ്ചയാണ് കാരാട്ടുവയലിൽ കാണാൻ സാധിച്ചത്. വർഷങ്ങളായി വയൽ നികത്തിയും തരിശിട്ടും വികൃതമാക്കിയ കാരാട്ടുവയലിൻ്റെ അവസാനത്തെ വയൽ പ്രദേശത്തെയും സംരക്ഷിക്കുക എന്ന ലക്ഷ്യവുമായാണ് കാഞ്ഞങ്ങാട് നഗരസഭ പദ്ധതി തയ്യാറാക്കിയത്. തരിശുരഹിത നഗരസഭ എന്ന പദ്ധതി പ്രകാരം ഇവിടെ 46 ഏക്കർ വയലിൽ നെൽകൃഷി ഇറക്കുകയായിരുന്നു. ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും മന്ത്രിമാരും കൈകോർത്തപ്പോൾ കാരാട്ടുവയലിൻ്റെ കാർഷിക സമൃദ്ധി വീണ്ടെടുക്കുകയായിരുന്നു. വിത്തിറക്കലും നടിയിലും കൊയ്ത്തുമെല്ലാം ഉത്സവാന്തരീക്ഷത്തിലാണ് നടന്നത്. ജില്ലാ കളക്ടർ ജീവൻ ബാബു നേരിട്ട് രംഗത്തിറങ്ങിയാണ് വിത്തിറക്കൽ നടത്തിയത്. മന്ത്രി E. ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ നടിയിലും നടന്നു. തുടർന്ന് കാഞ്ഞങ്ങാട് നഗരസഭയിലെ കാർഷിക കർമ്മസേനയാണ് കാർഷിക പരിചരണം നടത്തിയത്. കർഷകരെല്ലാം പ്രവർത്തനങ്ങളുമായി സഹകരിക്കുകയുണ്ടായി. മെച്ചപ്പെട്ട പരിചരണം ലഭിച്ചതോടെ കാരാട്ടുവയലിനെ കാർഷിക സമൃദ്ധമാക്കാൻ സാധിച്ചു. കൊയ്ത്തുത്സവവും ജനപങ്കാളിത്തത്തോടെ നടന്നു. കാർഷിക മേഖലയിൽ നാടിൻ്റെ മാറ്റം നേരിൽ കണ്ടറിയാൻ കൃഷിമന്ത്രി V.S. സുനിൽകുമാർ നേരിട്ടെത്തി. കൊയ്ത്തുത്സവം മന്ത്രി V.S. സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കേരളത്തിൽ തരിച്ചു കിടക്കുന്ന എല്ലാ നെൽവയലുകളും തിരിച്ചുകൊണ്ടുവരണം. ഏകദേശം 90,000 ഹെക്ടർ സ്ഥലത്ത് കേരളത്തിൽ നെൽവയലുകൾ തരിച്ചു കിടക്കുന്നുണ്ട്, കൃഷി ചെയ്യാതെ കിടക്കുന്നുണ്ട്. ആ നെൽവയലുകളെല്ലാം ഓരോ പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, പ്രാദേശികമായ കൃഷിക്കാരുടെ കൂട്ടായ്മകളും ജനപ്രതിനിധികളും വിവിധ വകുപ്പുകളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഘട്ടം ഘട്ടമായി 3 കൊല്ലം കൊണ്ട് ഈ 90,000 ഹെക്ടർ പ്രദേശവും തിരിച്ച് കൃഷിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് കൃഷി വകുപ്പ് തീരുമാനമെടുത്തിരിക്കുന്നത്. നഗരസഭാ ചെയർമാൻ V. രമേശൻ, വൈസ് ചെയർപേഴ്സൺ L. സുലൈഖ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ N. ഉണ്ണികൃഷ്ണൻ, ഗംഗാ രാധാകൃഷ്ണൻ, ഭാഗീരഥി, പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ സാലൻസ് കുമാർ, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സജിനിമോൾ, കൃഷി ഓഫീസർ പ്രേമലത തുടങ്ങിയവർ കൊയ്ത്തുത്സവത്തിന് നേതൃത്വമേകി. ഇച്ഛാശക്തിയുള്ള ഭരണാധികാരികളും ആത്മാർത്ഥത കാട്ടുന്ന ഉദ്യോഗസ്ഥരും രംഗത്തിറങ്ങിയാൽ നാടിന് മാറ്റമുണ്ടാകുമെന്ന് തെളിയിക്കുകയാണ് കാരാട്ടുവയലിലെ നല്ല കാഴ്ചകൾ. പ്രധാന വാർത്തകൾ വീണ്ടും. മോട്ടോർ തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റി സംസ്ഥാന വ്യാപകമായി നടത്തിയ പണിമുടക്ക് ജില്ലയിൽ പൂർണ്ണം. BMS പണിമുടക്കിൽ നിന്നും വിട്ടുനിന്നു. യാത്രക്കാർക്ക് ആശ്വാസമായി KSRTC സർവീസ്. റിയാസ് മൗലവി വധം അന്വേഷണ സംഘത്തിന്റെ തെളിവെടുപ്പ് പുരോഗമിക്കുന്നു. കേസിന് ശാസ്ത്രീയ പിൻബലം ഉറപ്പാക്കാൻ അന്വേഷണ സംഘം ഫോറൻസിക് സർജന്റെ സഹായം തേടി. വിദ്യാർത്ഥികൾ മത്സരാർത്ഥികളാകുന്ന കാലത്ത് കരുത്തു പകരുന്നതാകണം പുതിയ കാലത്തെ വിദ്യാഭ്യാസ കാഴ്ചപ്പാടെന്ന് മന്ത്രി E. ചന്ദ്രശേഖരൻ. വിരമിക്കുന്ന മായിപ്പാടി ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ PV കൃഷ്ണകുമാറിന് മന്ത്രിയുടെ ആദരം. നീലേശ്വരം നഗരത്തെ മാലിന്യമുക്തമാക്കാൻ നഗരസഭ ആവിഷ്കരിച്ച പദ്ധതികൾക്ക് പുല്ലുവില. 2 മാസം പിന്നിട്ടപ്പോൾ പൊതുസ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത് മാലിന്യ കൂമ്പാരം. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.